സിന്ദൂരരേഖ ഭാഗം 84. അമ്മയുടെ കുട്ടിക്ക് 1000 പിറന്നാൾ ആശംസകൾ. അമ്മ അവളെ കണ്ട ഉടനെ തന്നെ അവളുടെ അടുത്തേക്ക് വന്ന് അവളുടെ തലയിലൊന്ന് തലോടിക്കൊണ്ട് സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് പറഞ്ഞു. അതിന് അവളൊന്ന് പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്തത്. സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് അമ്മ അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിക്കുകയും ചെയ്തു. കഴിഞ്ഞെങ്കിൽ ഒന്ന് മാറിയ എനിക്ക് വിഷയമായിരുന്നു. അമ്മയുടെയും അമ്മാളുവിൻ്റെയും ഇടയിലേക്ക് കയറി നിന്നുകൊണ്ട് ഉണ്ണി തമാശയോടെ പറഞ്ഞു. എൻ്റെ കയ്യിൽ പ്രത്യേകിച്ച് നിനക്ക് തരാൻ വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റൊന്നുമില്ല, എന്നാലും എൻ്റെ വക ഹാപ്പി ബർത്ത്ഡേ ഡി ഏട്ടത്തി. അവൻ അവൾക്ക് കൈ കൊടുത്ത് അവളെ ചേർത്ത് നിർത്തി പറഞ്ഞു. ഒന്നും തന്നില്ലാന്ന് വേണ്ട എന്ന് പറഞ്ഞ് അവൻ അവളുടെ കവിളിൽ ഒരു ഉമ്മയും കൊടുത്തു. പുഞ്ചിരിയോടെ തന്നെ അവളത് സ്വീകരിക്കുകയും ചെയ്തു. പിന്നെയും സമയം കളയണ്ടല്ലോ എന്ന് കരുതി അമ്മയോടും ഉണ്ണിയോടും പറഞ്ഞ് മനുവും അമ്മാളുവും കൂടി അമ്പലത്തിലേക്ക് ഇറങ്ങി. അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞ് തിരികെ എത്തി. മനു അപ്പോഴേക്കും ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള തിരക്കിലേക്ക് തിരിഞ്ഞിരുന്നു. മനു ഇറങ്ങാറുള്ള അതേ സമയത്ത് തന്നെയാണ് അവളും കോളേജിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചത്. അല്ലെങ്കിൽ പിന്നെ ക്യാബ് വിളിച്ചോ അല്ലെങ്കിൽ ബസ്സിലൊക്കെ പോകേണ്ടി വരും. അവൻ്റെ കൂടെ അങ്ങ് പോകുമ്പോൾ പിന്നെ ആ ബുദ്ധിമുട്ടില്ല. കുറച്ച് നേരത്തെ ഇറങ്ങിയാലും സ്വസ്ഥമായിട്ട് കാറിലിരുന്ന് തന്നെ പോകാമല്ലോ. അതുകൊണ്ട് തന്നെ അവൾ അന്നേരം തന്നെ ഇറങ്ങാനൊരുങ്ങി. ഉണ്ണി, ഇന്ന് ഈവനിങ് ഷിഫ്റ്റ് നിൽക്കുന്ന സ്റ്റാഫിൻ്റെ ഒരു മീറ്റിംഗ് വിളിക്കണം. വൈകുന്നേരം ഒരു 5 മണിയാകുമ്പോഴേക്കും ഞാൻ അവിടെ എത്തും. ആ സമയത്ത് മീറ്റിംഗ് അറേഞ്ച് ചെയ്യണം. പോകാൻ ഇറങ്ങുന്നതിന് മുൻപ് മനു പറഞ്ഞതും ഉണ്ണി അനുസരണയുള്ളതുപോലെ അവനെ നോക്കി തലയാട്ടി സമ്മതിച്ചിരുന്നു. അമ്മാളും അതെല്ലാം കേട്ടുകൊണ്ട് യാത്ര പറഞ്ഞ് മനുവിൻ്റെ കൂടെ കയറി. മനുവേട്ടാ, കാറിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവൾ അവനെ വിളിക്കുന്നത്. പൊതുവേ അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അധികം സംസാരിക്കാത്ത കൂട്ടത്തിലാണ് മനു. കാരണം അത്രയും ആസ്വദിച്ചാണ് അവൻ ഡ്രൈവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ യാത്ര ചെയ്യുന്നതിനിടയിൽ സംസാരിക്കുക എന്നത് അവൻ അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. പൊതുവെ ശാന്തമായ എന്തെങ്കിലും പാട്ടൊക്കെ വെച്ച് ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടെ തന്നെ നിരീക്ഷിച്ച് കെയർഫുള്ളായിട്ട് അത്രയും അച്ചടക്കത്തോടെയാണ് അവൻ വണ്ടി ഓടിക്കുക. അമ്മാള് വിളിച്ചതും മനു ഒന്ന് മൂളി. മനുവേട്ടൻ ഇന്നലെ രാത്രി പറഞ്ഞില്ലേ എനിക്ക് ഇനിയും എന്തോ സർപ്രൈസ് ഉണ്ടെന്ന്? അതെന്താ? ഒട്ടും ആകാംക്ഷ അടക്കി നിർത്താൻ പറ്റാത്തതുപോലെ അവൾ അവനോട് ചോദിച്ചു പോയി. എന്ത് സർപ്രൈസ്? മനുവേട്ടാ, വെറുതെ കളിക്കല്ലേ. ഇന്നലെ രാത്രി പറഞ്ഞതാണ്. ഞാനോ? ഞാനെന്ത് പറഞ്ഞു? അവളെ കളിപ്പിക്കുന്ന രീതിയിൽ അവൻ വീണ്ടും ചോദിച്ചു. ദേ മനുവേട്ടാ, വെറുതെ കളിക്കല്ലേ. എനിക്കറിയാം മനുവേട്ട ചുമ്മാ പറയുന്നതാണെന്ന്. സത്യം പറയും മനുവേട്ടാ, എന്താ സർപ്രൈസ്? ഞാൻ ഓർക്കുന്നില്ല. ഞാൻ അങ്ങനെ പറഞ്ഞോ രാത്രി? അവൻ അല്പം ഗൗരവത്തിൽ തന്നെ തിരികെ ചോദിച്ചു. അവൻ അങ്ങനെ ചോദിക്കുന്നത് കണ്ടതും അവൻ ശരിക്കും ഇനി അക്കാര്യം മറന്നുപോയി എന്ന് തോന്നി അവൾക്ക്. അങ്ങനെ പറഞ്ഞു, ഞാൻ കേട്ടു. അത് ഞാൻ അന്നേരം നിന്നെ പറ്റിക്കാൻ പറഞ്ഞതാവും, അല്ലാതെ ഇനി എന്ത് സർപ്രൈസ് തരാനാണ്? മനു സാധാരണ പോലെ പറഞ്ഞു. അപ്പോഴും അവൻ്റെ ശ്രദ്ധ ഡ്രൈവിങ്ങിൽ തന്നെയാണ്. ആണോ? ചിലപ്പോൾ എനിക്ക് തോന്നിയതാവും. നിമിഷ നേരം കൊണ്ട് അവളുടെ കവിളുകൾ വീർത്തു. മുഖമാകെ കടന്നൽ കുത്തിയതുപോലെയായി. അവനത് ഇടം കണ്ണാലെ കാണുകയും ചെയ്തിരുന്നു. ഇന്നലെ രാത്രിയുള്ള പരിപാടികളായിരുന്നല്ലോ. അപ്പോൾ ഉറക്കമില്ലാത്തത് കൊണ്ട് ചിലപ്പോൾ ഞാൻ ഉറക്കപ്പിച്ചിൽ വല്ലതും പറഞ്ഞതാവും. അവൻ വീണ്ടും പറഞ്ഞതും അവളൊന്ന് മൂളി. പിന്നീട് അവളൊന്നും മിണ്ടാൻ നിന്നില്ല. കുറച്ചു കഴിഞ്ഞതും അവൻ കാറ് വഴിയരികിലായിട്ടൊന്ന് നിർത്തി. എനിക്കിവിടെ നിന്നൊരു സാധനം വാങ്ങാനുണ്ട്. അത് പറഞ്ഞ് മനു വണ്ടിയിൽ നിന്നിറങ്ങി. കാറിൽ നിന്നിറങ്ങി അവൻ റോഡ് ക്രോസ് ചെയ്ത് പിന്നിലേക്കാണ് പോയത്. അതുകൊണ്ട് അവൻ എങ്ങോട്ടാണ് പോയതെന്ന് അവൾക്ക് മനസ്സിലായില്ല. കുറച്ചു കഴിഞ്ഞതും കാറിൻ്റെ ഡിക്കി തുറന്ന് എന്തോ വെച്ചതിന് ശേഷം അവൻ തിരികെ വന്നു. അമ്മാളും അവനോട് എന്തിനാ പോയതെന്നൊന്നും ചോദിക്കാനും പോയില്ല. ഒന്നുമില്ലെങ്കിലും ആശ തന്നിട്ട് അവൻ പറ്റിച്ചു. അന്നേരം അവൻ അങ്ങനെ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് ഇലയിട്ടിരുത്തിയിട്ട് ചോറില്ലെന്ന് പറയും പോലെ ആയി. അമ്മാളു അങ്ങനെ തന്നെ മുഖം വീർപ്പിച്ചിരുന്നു. കുറച്ചു ദൂരം പിന്നിട്ട് കഴിഞ്ഞതും അവൻ ഡ്രൈവ് ചെയ്യുന്നത് തൻ്റെ കോളേജിലേക്കും അല്ല ഹോസ്പിറ്റലിലേക്കും അല്ല എന്ന് മനസ്സിലായതും അമ്മാളു അവനെ ഗൗരവത്തിലൊന്ന് നോക്കി. പക്ഷേ അപ്പോഴും അവൻ ഗൗരവത്തിൽ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾ ശ്രദ്ധിക്കുന്നതേ ഇല്ലായിരുന്നു. എന്നെ കോളേജിലാക്കി തരാമെന്ന് പറഞ്ഞതല്ലേ? കുറച്ചു ദൂരം പിന്നിട്ടതും വീണ്ടും അവൻ കോളേജിലേക്ക് കൊണ്ടുപോയി ആക്കിത്തരാനുള്ള ലക്ഷണമൊന്നും കാണാതെ വന്നതും അവൾ തിരികെ ഗൗരവത്തിൽ തന്നെ അവനോട് ചോദിച്ചു. കോളേജിലേക്ക് പോവാം, വരട്ടെ? ഗൗരവത്തോടെ തന്നെ അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും ഡ്രൈവിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് അവൾക്ക് വീണ്ടും ദേഷ്യമാണ് തോന്നിയത്. കാരണം അവൻ സർപ്രൈസ് ഉണ്ടെന്ന് രാത്രി പറഞ്ഞിട്ടും ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞതിൻ്റെ പരിഭവം അവൾക്ക് ബാക്കിയുണ്ടായിരുന്നു. ഇപ്പോൾ ഇതുകൂടി ആയതും അവൾക്ക് അവനോട് ദേഷ്യം തോന്നി. മനുവേട്ടാ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. അതിനോട് റൈറ്റ് എടുക്കാൻ പറ. എന്ത്? അവൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കാതെ വന്നതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ദേഷ്യം വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ദേഷ്യത്തിനോട് റൈറ്റ് എടുത്ത് പോകാൻ പറ. ഓ, തമാശയായിരിക്കും. എങ്ങനെ വേണമെങ്കിലും എടുക്കാം. മാനുവേട്ടാ,
അവൻ വീണ്ടും തന്നെ കളിപ്പിച്ചുകൊണ്ടിരിക്കുവാണ് എന്ന് മനസ്സിലായതും അവൾ വീണ്ടും അവനെ വിളിച്ചു. കുറച്ചു നേരം ഒന്നും മിണ്ടാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഇപ്പം നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന് പറയണം. അത് പറയാൻ പറ്റില്ല, ഇനി വായടച്ച് മിണ്ടാതിരിക്കെ. അങ്ങനെ പറഞ്ഞതും അവനെ നോക്കി പരിഭവത്തോടെ മുഖം വീർപ്പിച്ചുകൊണ്ട് അവൾ മുഖം വെട്ടിച്ചു മാറ്റി വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞതും വണ്ടിയുടെ വേഗത കൂടുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. അതിനനുസരിച്ച് മുന്നോട്ട് നോക്കിയപ്പോഴേക്കും വണ്ടി മെയിൻ റോഡിൽ നിന്ന് ഏതോ ഇടവഴിയിലേക്ക് കയറിയിട്ടുണ്ട്. ഈ വഴി എവിടെയോ കണ്ടു പരിചയമുള്ളത് പോലെ തോന്നി. പക്ഷേ എവിടെയാണെന്ന് അങ്ങോട്ടൊരു എത്തും പിടിയും കിട്ടുന്നില്ലായിരുന്നു. എന്നാലും അവൻ മിണ്ടാതിരിക്കാൻ പറഞ്ഞതല്ലേ എന്ന് കരുതി അവനോട് ചോദിക്കാനും പോയില്ല. അവൾ അങ്ങനെ തന്നെ പരിഭവത്തോടെ മുഖം വീർപ്പിച്ചിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞതും വണ്ടി എവിടെയോ വന്നു നിന്നു. അവനോട് മുഖം വീർപ്പിച്ചിരിക്കുന്നത് കൊണ്ട് സൈഡിലേക്ക് നോക്കിയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എവിടെയാണെന്ന് മനസ്സിലാവുന്നില്ല. സൈഡിലൂടെ നോക്കുമ്പോൾ കാണുന്നത് ഒരു മതിലാണ്, മുന്നിലേക്ക് നോക്കുമ്പോൾ ഒരു റോഡും. പക്ഷേ തൊട്ടടുത്ത നിമിഷം തന്നെ അവൾക്ക് സ്ഥലം എവിടെയാണെന്ന് പിടികിട്ടിയിരുന്നു. ദേവനിലയം. അവൾ ചുറ്റുപാടൊന്നുകൂടി നോക്കിക്കൊണ്ട് ആലോചിച്ചെടുത്തു. നോക്കുമ്പോൾ മുന്നിൽ തന്നെ ദേവനിലയം എന്ന് എഴുതിയിരിക്കുന്ന ബോർഡ്. അത് കണ്ടപ്പോൾ തന്നെ മനസ്സിലാകെ ഒരു തണുപ്പ് വന്ന് കയറുന്നത് അവൾക്ക് അറിയാനാകുന്നുണ്ടായിരുന്നു. ഇത്രയും നേരം അവനോട് തല്ലുപിടിച്ച് വഴക്കിട്ട് ചൂട് പിടിച്ചിരിക്കുന്ന തൻ്റെ മനസ്സിലേക്ക് ഒരു മഞ്ഞുതുള്ളി വന്ന് വീഴുന്ന ഒരു പ്രതീതി അവൾക്ക് തോന്നി. ഒരു ഹോൺ അടിച്ചപ്പോൾ തന്നെ അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി ചേട്ടൻ വന്ന് ഗേറ്റ് തുറന്നു തന്നു. അയാളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് മനു കാർ അകത്തേക്ക് എടുത്തു. അപ്പോഴും അമ്മാളും അനങ്ങിയില്ല. ഇറങ്ങ് എന്നവൻ പറഞ്ഞപ്പോഴും അമ്മാളും അവനെ നോക്കാതെ കാറിന്നിറങ്ങി. അന്ന് അമ്മയുടെ തറവാട്ടമ്പലത്തിൽ പരിപാടി ഉണ്ടായപ്പോൾ അവിടെ പോയിന്ന് തിരികെ വരുമ്പോൾ ഒരു വിഷമായിരുന്നു. കാരണം അമ്മാളുവിന് അത്രയും ഇഷ്ടപ്പെട്ട ഒരിടമാണ് ദേവനിലയം. അതിലുപരി മനു അവളെ കൂടുതൽ അറിഞ്ഞതും അവൾ അവനെ കൂടുതലായി മനസ്സിലാക്കിയതുമൊക്കെ ആ ഒരു വീട്ടിൽ വെച്ചാണ്. അതുകൊണ്ട് തന്നെ അവൾക്കവിടം അത്രയേറെ പ്രിയപ്പെട്ടതുമാണ്. വാതിൽ തുറന്നുകൊണ്ട് അവൻ അകത്തേക്ക് കയറി. അമ്മാളു സെക്യൂരിറ്റിയെ നോക്കിയൊന്ന് ചിരിച്ചുകൊണ്ട് അവൻ്റെ പിന്നാലെ തന്നെ അകത്തേക്ക് കയറി. അമ്മാളു വന്നതും മനു അവൾക്ക് നേരെ തിരിഞ്ഞു. പക്ഷേ അവനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അവൾ സോഫയിൽ പോയിരുന്നു. അമ്മു. അങ്ങനെ മുഖം വീർപ്പിച്ച് ഒന്നും മിണ്ടാതെ അവൾ അവനെ മറികടന്നു പോയതും വാതിലടച്ചു വന്നുകൊണ്ട് മനു അവളെ വിളിച്ചു. അവനെ ഒന്ന് നോക്കിക്കൊണ്ട് അവൾ ഒന്നും മിണ്ടാതെ അങ്ങനെ തന്നെ ഇരിക്കുകയാണ് ചെയ്തത്. അമ്മു, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അവൻ അവളുടെ അടുത്തേക്ക് വന്നിരുന്നു. പക്ഷേ അപ്പോഴും ഒന്നും മിണ്ടാതെ അവൾ പരിഭവിച്ചു. അമ്മു, അമ്മു, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? അമ്മു, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. വീണ്ടും വീണ്ടും താൻ വിളിച്ചിട്ടും അവൾ ഒന്നും മിണ്ടുന്നില്ല എന്നായതും മനു അല്പം ദേഷ്യത്തിൽ തന്നെ പറഞ്ഞു. നിങ്ങളല്ല എന്നോട് മിണ്ടണ്ടെന്ന് പറഞ്ഞത്. അമ്മാളു ഗൗരവത്തിൽ തന്നെ പറഞ്ഞു. ഓ, അത് അന്നേരം പറഞ്ഞതല്ലേ? ഇപ്പോഴും അത് പറഞ്ഞ് ഈ മുഖം വീർപ്പിച്ചിരിക്കുന്നത് എന്തിനാ? ഞാൻ മുഖമൊന്നും വീർപ്പിച്ചിട്ടില്ല. അമ്മാളു മുഖം തിരിച്ചു. നല്ലൊരു ദിവസമായിട്ട് എന്തിനാ മുഖം ഇങ്ങനെ വീർപ്പിച്ചു വെച്ച് ഭംഗി കളയുന്നത്? അവൻ അവളുടെ മുഖം തനിക്ക് നേരെ തിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴും അവളുടെ മുഖം വീർത്ത് തന്നെ ഇരിക്കുകയാണ്. അവൻ അവളുടെ കവിളിലൊന്ന് പിടിച്ച് അവളുടെ മുഖം തനിക്ക് അടുത്തേക്ക് അടുപ്പിച്ച് അവളുടെ ചുണ്ടിൽ തന്നെ അമർത്തി ഒന്ന് ചുംബിച്ചു. പെട്ടെന്നുള്ള അവൻ്റെ ഈ പെരുമാറ്റം പ്രതീക്ഷിക്കാതിരുന്നത് കൊണ്ട് തന്നെ അമ്മാളുവിൻ്റെ കണ്ണുകൾ മിഴിഞ്ഞുപോയി. അടുത്ത നിമിഷം തന്നെ അവൻ അവളുടെ ചുണ്ടുകളാകെ കവർന്നെടുത്തിരുന്നു. ശ്വാസം കിട്ടാത്തതുപോലെ അമ്മാളും അവൻ്റെ ദേഹത്ത് അമർത്തി പിടിച്ചു. അവളുമായി അവൻ സോഫയിലേക്ക് അമർന്നു. അവളെ ഒന്നാകെ തന്നിലേക്ക് ചേർത്ത് വെക്കാൻ പോകുന്നത് പോലെ അവൻ അവളെ ചുംബിച്ചു. ഒടുക്കം അവൾക്ക് ശ്വാസം കിട്ടാതെ വന്നതും അവൾ അവൻ്റെ ഷോൾഡറിൽ നഖം അമർത്തി. അതറിഞ്ഞതുപോലെ അവൻ അവളെ മോചിപ്പിച്ചു. അടുത്ത നിമിഷം തന്നെ കിതപ്പോടെ അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം അമർത്തിയിരുന്നു. കിതപ്പൊന്നടങ്ങിയതും അവളുടെ കഴുത്തിൽ നിന്ന് മുഖമുയർത്തി അവൻ അവളെ ഒന്ന് നോക്കി. അമ്മാളു അപ്പോഴും കണ്ണുകൾ അടച്ച് കിതപ്പടക്കുകയായിരുന്നു. ഇത് നീ ചോദിച്ചു വാങ്ങിയതാണ്. കാതരികിൽ അവൻ്റെ നിശ്വാസം കലർന്ന ശബ്ദം. കുളിരി വന്നതുപോലെ അമ്മാളു ആകെ ഒന്ന് വിറച്ചു. അവൻ്റെ ചുണ്ടുകൾ അവളുടെ കവിളിൽ ഒന്ന് മുട്ടിയുരുമി. അവൻ്റെ നീണ്ട മുടിയിഴകൾ അവളുടെ കഴുത്തിലാകെ ഇക്കിളിയാക്കുന്നുണ്ടായിരുന്നു. അവൾ കണ്ണു തുറന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി. ആ കണ്ണുകളിൽ തന്നോടുള്ള അടങ്ങാത്ത പ്രണയമാണെന്ന് അവൾക്ക് മനസ്സിലായി. ഇത്രയൊക്കെ മാത്രമേ താൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അവൻ്റെ നോട്ടം, അത് തൻ്റെ ഹൃദയത്തിലൂടെ ഒരു അമ്പ് കടന്നു പോകുന്നത് പോലെ തന്നെ ആകെ പിടിച്ചുലയ്ക്കുന്നത് അവൾക്ക് അറിയാനാവുന്നുണ്ടായിരുന്നു. അവളുടെ കരങ്ങൾ അവൾ പോലും അറിയാതെ അവൻ്റെ താടിയിലേക്ക് എത്തി നിന്നു. അവൻ്റെ മുഖം തന്നിലേക്ക് അടുപ്പിച്ച് അവൾ സ്വയം അവൻ്റെ അതരങ്ങളെ സ്വന്തമാക്കുമ്പോൾ ചുറ്റുമുള്ളതെല്ലാം ഇരുവരും വിസ്മരിച്ചു പോകുന്നുണ്ടായിരുന്നു. അവളിൽ നിന്ന് അകന്നു മാറുമ്പോൾ രണ്ടുപേരും ഒരുപോലെ കിതച്ചു പോയിരുന്നു. അമ്മു. വീണ്ടും അവൻ അവളെ വിളിക്കുമ്പോൾ അവൻ്റെ വിളി കേൾക്കാനുള്ള ശക്തി പോലും അവൾക്കില്ലായിരുന്നു എന്നതാണ് സത്യം. തിരികെയുള്ള മറുപടി അവളൊരു മൂളലിൽ ഒതുക്കി. യു നോ, ഐ എം സ്റ്റാർവിംഗ് ഫോർ യു. ആദ്യം അവൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും പിന്നീട് അവനത് പൂർത്തിയാക്കിയപ്പോൾ അവളുടെ ഉടലാകെ ഒരു കുളിര് കോരുന്നത് പോലെയാണ് തോന്നിയത്. കണ്ണുകൾ തുറന്ന് അവനെ നോക്കാനാവാത്ത വിധം അവളെ നാണം വന്ന് പൊതിഞ്ഞിരുന്നു.
തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാം കേട്ടോ. ബൈ.